ഭാരതത്തിൽ നിന്ന് സംസ്കൃത നാടകമുണ്ടായാൽ ആകാശത്തിൽ നിന്ന് പുഷ്പങ്ങൾ ഉണ്ടാവുകയും മണലിൽ നിന്ന് എണ്ണ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞ് പരിഹസിച്ച ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരെ ഞെട്ടിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും ലക്ഷണമൊത്ത ഒരു സംസ്കൃത നാടകമുണ്ടായി. ശക്തിഭദ്ര വിരചിതമായ ആശ്ചര്യ ചൂടാമണി. രാമകഥയെ അടിസ്ഥാനമാക്കി രചിച്ച ഈ സംസ്കൃത നാടകം കേരളീയനായ മഹാകവി ശക്തിഭദ്രൻ സംസ്കൃത സാഹിത്യത്തിന് നൽകിയ നിസ്തുല സംഭാവനയാണ്. രാമായണത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ചൂടാമണിയുടെയും അങ്കുലീയത്തിന്റെയും കഥ. എന്നാൽ മുനിമാരുടെ സംഭാവനകളായും രാക്ഷസന്മാരുടെ മായയെ തുറന്നുകാട്ടുന്ന അത്ഭുത വസ്തുക്കളായും ശക്തിഭദ്രൻ അവയെ നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വനവാസകാലത്ത് ഖരദൂഷണന്മാരെ വധിച്ചതിനെ തുടർന്ന് രാമന്റെ നിർദ്ദേശപ്രകാരം മുനിശ്രേഷ്ഠന്മാരെയെല്ലാം സന്ദർശിച്ചിട്ട് വന്ന ലക്ഷ്മണനോട് രാമൻ ചോദിച്ചു, ലക്ഷ്മണകുമാര, വന്ധ്യരായ മുനിജനങ്ങളെ നീ സന്ദർശിച്ചുവോ? ആര്യ, മുനിമാരെ ഒറ്റയ്ക്കും കൂട്ടമായും ഞാൻ ചെന്ന് കണ്ടു. അവർ എന്താണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്? ജ്യേഷ്ഠ, ഏതാനും നാൾ നമ്മോടൊത്ത് ഈ വനഭൂമിയിൽ വസിച്ചുകൊണ്ട് അങ്ങയെ ആശിസ്സുകൾ നൽകി അനുഗ്രഹിക്കാമെന്ന്. സീതാദേവിക്ക് മുടിയിൽ ചൂടാൻ ചൂടാമണിയും അങ്ങേക്ക് ഒരു രത്നമോതിരവും അവർ തന്നുവിട്ടിട്ടുണ്ട്. ആശ്ചര്യം, ആശ്ചര്യം. ലക്ഷ്മണകുമാര, മുനിജനങ്ങൾ സമ്മാനിച്ച ഈ ആഭരണങ്ങളുടെ അദ്ഭുത ശക്തികൾ എന്തൊക്കെയാണ്? ഈ ചൂടാമണിയും മോതിരവും അണിഞ്ഞവരെ മായാവികളായ രാക്ഷസന്മാർ സ്പർശിച്ചാൽ ആ രാക്ഷസന്മാരുടെ മായാരൂപം അപ്പോൾ തന്നെ നഷ്ടപ്പെടും. അങ്ങനെ അവരെ തിരിച്ചറിയാൻ സാധിക്കും. ഈ ആശ്ചര്യ ചൂടാമണി അങ്ങ് സീതാദേവിയുടെ മുടിയിൽ തിരികെയാകും. രത്നമോതിരം അങ്ങയുടെ വിരലിൽ ശോഭിക്കട്ടെ. വാൽമീകി രാമായണത്തിലെ ആരണ്യകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള കഥാഭാഗം സംഗ്രഹിച്ച് നാടക രൂപത്തിലാക്കിയിരിക്കുന്നു ആശ്ചര്യ ചൂടാമണിയിൽ. രാമായണത്തിൽ നിന്ന് ഉചിതമായ വ്യതിയാനം വരുത്തിക്കൊണ്ടാണ് ശക്തിഭദ്രൻ ആശ്ചര്യ ചൂടാമണി രചിച്ചത്. സ്വർണ്ണ നിറമുള്ള മാനിനെ പിടിക്കാൻ രാമൻ പോയപ്പോൾ മാരീചന്റെ രാമശബ്ദത്തിലുള്ള നിലവിളി കേൾക്കുകയും സീത ലക്ഷ്മണനെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞുവിടുകയും ചെയ്യുന്നു. എന്നാൽ ലക്ഷ്മണൻ പോയ ശേഷവും രാമന്റെ നിലവിളി സീത കേൾക്കുന്നു. അത് ആര്യപുത്രന്റെ വിലാപമാണല്ലോ കേൾക്കുന്നത്. ലക്ഷ്മണകുമാരൻ ആര്യപുത്രന്റെ അടുത്ത് എത്തിയില്ലെന്നുണ്ടോ? ഞാൻ ഭാഗ്യം കിട്ടവളാണ്. ജ്യേഷ്ഠ, രാവണ, നോക്കൂ, അതാ സീത രാമനെ അന്വേഷിച്ചു പോകുന്നു. അവളെ രക്ഷിക്കാൻ ഇപ്പോൾ കൂടെ ആരുമില്ല. അതിനുള്ള അവസരം അങ്ങേക്ക് കൈവന്നിരിക്കുന്നു. സോദരി ശൂർപ്പണഖി, സീതയെ അപഹരിക്കാനുള്ള സമയം ഇത് തന്നെ. ഞാൻ രാമന്റെ വേഷം ധരിച്ച് ഇതാ സീതയുടെ അടുത്തേക്ക് പോകുന്നു. അത് നല്ല മാർഗം തന്നെ. അതിന് ആര്യനെ സഹായിക്കേണ്ട കടമ ഈ ശൂർപ്പണഖിക്കുണ്ടല്ലോ. ഞാൻ സീതയുടെ രൂപം ധരിച്ച് രാമൻ മടങ്ങി വരുന്ന വഴിക്ക് വെച്ച് കണ്ട് കുറേ നേരം വൈകിപ്പിക്കാം. അത് നന്നായി. ആശ്ചര്യ ചൂടാമണി നാടകത്തിൽ രാവണൻ രാമന്റെ വേഷം ധരിച്ചാണ് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. സീതയ്ക്ക് സംശയം തോന്നാത്ത വിധം രാവണന്റെ സൂതൻ ലക്ഷ്മണ വേഷവും ധരിക്കുന്നു. ഭരതന് ശത്രുഭയമുണ്ടായിരിക്കുന്നതിനാൽ അയോധ്യയിലേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞാണ് രാമരൂപിയായ രാവണൻ സീതയെ രഥത്തിൽ കയറ്റുന്നത്. ഋഷികുമാരന്റെയും വൃദ്ധ താപസന്റെയും സംഭാഷണത്തിലൂടെയാണ് ഖരദൂഷണാദികളുടെ വധവൃത്താന്തം നാടകത്തിൽ വെളിപ്പെടുത്തുന്നത്. മാരീചനെ രാവണൻ പ്രേരിപ്പിക്കുന്ന കാര്യവും അവരുടെ തന്നെ സംഭാഷണത്തിലൂടെ വെളിപ്പെടുത്തുന്നു.
അത്ഭുതമുളവാക്കുന്ന സംഭവങ്ങൾ ധാരാളം കാണാം ആശ്ചര്യ ചൂടാമണി നാടകത്തിൽ. വെള്ളിക്കാലും മരതകക്കഴുത്തും സ്വർണ്ണ ശരീരവുമുള്ള മാനിന്റെ വേഷം രാമലക്ഷ്മണന്മാരെ എന്നപോലെ ആസ്വാദകരെയും അത്ഭുതപ്പെടുത്തും. സീതാപഹരണ രംഗവും അത്ഭുതാവഹമാണ്. യഥാർത്ഥ സീതയും രാമന്റെ വേഷം ധരിച്ച രാവണനും വിമാനത്തിൽ മുകളിൽ, യഥാർത്ഥ രാമനും സീതാരൂപം ധരിച്ച ശൂർപ്പണഖയും താഴെ ഭൂമിയിൽ. ഇങ്ങനെ വാത്മീകി രാമായണത്തിൽ നിന്നും നാടകോചിതമായ ധാരാളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മഹാകവി ശക്തിഭദ്രൻ ആശ്ചര്യ ചൂടാമണി നാടകത്തിൽ. ആശ്ചര്യ ചൂടാമണിയിലെ 3-ാം അംഗത്തിലാണ് അങ്കുലീയത്തിന്റെ അത്ഭുത ശക്തി വെളിവാകുന്ന രംഗമുള്ളത്. രാമന്റെ അമ്പേറ്റ് മാരീചൻ ശ്രീരാമന്റെ രൂപത്തിൽ വീണ് കിടക്കുന്നതാണ് രാമനെ അന്വേഷിച്ചു പോയ ലക്ഷ്മണൻ കാണുന്നത്. അമ്പേറ്റ് വീണ് കിടക്കുന്ന രാമവേഷധാരിയായ മാരീചനെ നോക്കി ലക്ഷ്മണൻ ഇങ്ങനെ വിലപിക്കുന്നു. ജ്യേഷ്ഠ ശ്രീരാമചന്ദ്ര, ഗുരുവചനമനുസരിച്ച് വനവാസം മരിച്ചവനെ അവിടത്തേക്ക് അധീനമായ ഈ ലക്ഷ്മണകുമാരന്റെ ജീവിതവും അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നു. അത് നന്നായി. കാരണം അങ്ങ് ജീവിക്കുന്നെങ്കിലേ എനിക്കും ജീവിക്കേണ്ടു. അങ്ങയെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല. ഈ ദീനവിലാപം കേട്ടുകൊണ്ട് ലക്ഷ്മണനെ സമീപിച്ച രാമൻ പുഞ്ചിരിയോടെ ഇപ്രകാരം പറയുന്നു. ലക്ഷ്മണ, മായാശരീരത്തെ ചൊല്ലിയുള്ള നിന്റെ ഈ ദുഃഖം ഉപേക്ഷിക്കൂ. ഈ കിടക്കുന്നത് യഥാർത്ഥ രാമനല്ല, മായാരൂപം പൂണ്ട മാരീചനാണ്. നിന്റെ ജ്യേഷ്ഠനായ എന്നെ നോക്കൂ. ഇതാ ഈ നിൽക്കുന്നത് ഞാനാണ്, നിന്റെ ജ്യേഷ്ഠൻ. അപ്പോഴാണ് ലക്ഷ്മണൻ രാമനെ കാണുന്നത്. അത് മായാരൂപിയായ രാമനാണെന്ന് വിചാരിച്ച് ലക്ഷ്മണൻ യഥാർത്ഥ രാമന് നേരെ ക്രോധത്തോടെ ആക്രോശിക്കുന്നു. എടാ രാക്ഷസ, എന്റെ ജ്യേഷ്ഠനെ കൊന്നിട്ട് നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നുവോ? നില്ലേ നില്ലേ, നീ എവിടെ പോകുന്നു? ഇതാ എന്റെ ഉറയിലെ വാൾ നിന്റെ ജീവൻ എടുക്കാൻ പോകുന്നു. ലക്ഷ്മണ, വാൾ ഉറയിലിടൂ. ഇതാ എന്റെ വിരലിലേക്ക് നോക്കൂ. മുനിശ്രേഷ്ഠന്മാർ സമ്മാനിച്ച ഈ അങ്കുലീയം. ലക്ഷ്മണകുമാര, നിന്റെ സംശയം മാറിയില്ലേ? ഇല്ലെങ്കിൽ ഇതാ ഇതുകൂടി കണ്ടോളൂ. എന്റെ അമ്പേറ്റ് കിടക്കുന്ന ഈ മായ രാക്ഷസനെ ഞാൻ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ പോകുന്നു. ജ്യേഷ്ഠ ശ്രീരാമചന്ദ്ര, ഞാൻ കാണുന്നുണ്ട്. അവിടുത്തെ ചേവടി കൊണ്ട് അവനെ തട്ടിയെറിയവേ ആകാശത്തെത്തി സ്വന്തം രൂപം പ്രാപിച്ച് പർവ്വതത്തെ പോലും പൊടിച്ചു കളയുമെണ്ണം അവൻ താഴേക്ക് വീഴുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ മായാരൂപം തെളിയിക്കാനുള്ള രാമന്റെ ശക്തി നേരിൽ കണ്ട സീതാരൂപം പൂണ്ട് ശൂർപ്പണഖ ദുഃഖത്തോടെ ഇങ്ങനെ വിചാരിക്കുന്നു. അമ്പോ, മനുഷ്യർ തന്നെ ശക്തന്മാർ. കഷ്ടം, ഗുരുവായ മാരീചൻ കൊല്ലപ്പെട്ടല്ലോ. ഞാൻ ശൂർപ്പണഖയാണെന്നറിയുമ്പോൾ സീതയുടെ രൂപത്തിൽ നിൽക്കുന്ന എനിക്ക് ജീവനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ദേവി ജാനകി, ഇപ്പോഴും നിന്റെ ദുഃഖം തീർന്നില്ലേ? രാമൻ നിന്റെ അടുത്തുള്ളപ്പോൾ നീ എന്തിനു ഭയന്ന് കരയുന്നു? ഞാൻ നിന്റെ കണ്ണീർ തുടച്ചു തരാം. സീതാരൂപത്തിൽ നിൽക്കുന്ന ശൂർപ്പണഖയുടെ കണ്ണീർ രാമൻ തുടയ്ക്കുന്നു. അങ്കുലീയമണിഞ്ഞ രാമന്റെ കരസ്പർശത്താൽ ശൂർപ്പണഖ സ്വന്തം രൂപത്തിലായി തീർന്നു. ശൂർപ്പണഖയുടെ ഈ സ്വരൂപപ്രാപ്തി രാമലക്ഷ്മണന്മാരെ അത്ഭുതപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. തന്നെ ലക്ഷ്മണൻ ഉടൻ വധിക്കുമെന്ന് ഭയപ്പെട്ട ശൂർപ്പണഖ ആര്യ ശരണം ശരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അതുവരെ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ വീഴുന്നു.
രംഗപ്രയോഗാർഹത ആശ്ചര്യ ചൂടാമണിയെ ദൃശ്യകാവ്യത്തിന്റെ അഭൗമ തലത്തിലേക്ക് ഉയർത്തുന്നു. നാടകോചിതവും ചടുലവും സജീവവുമാണ് ആശ്ചര്യ ചൂടാമണിയിലെ ഭാഷ. ആശ്ചര്യ ചൂടാമണി നാടകത്തിന്റെ 4ാം അംഗത്തിലാണ് സീത മുടിയിൽ ചൂടിയിരിക്കുന്ന ചൂടാമണിയുടെ അത്ഭുത ശക്തി വെളിവാകുന്നത്. ശ്രീരാമ രൂപം ധരിച്ച് സീതയോടൊപ്പം പുഷ്പക വിമാനത്തിൽ പോകുമ്പോൾ രാവണൻ വർദ്ധിച്ച കാമാവേശം കൊണ്ട് അക്ഷമനാകുന്നു. ഈ സുന്ദരിയായ മനുഷ്യ സ്ത്രീ നിമിത്തമുണ്ടായ കാമാവേശം എനിക്ക് അടക്കാൻ കഴിയുന്നില്ലല്ലോ. എന്താണാവും ആര്യപുത്രൻ ശാപശിത്താൽ അന്യനെ പോലെ കാണപ്പെടുന്നത്? സംസാരത്തിലും മറ്റും ആര്യപുത്രൻ തന്നെ. എന്നാൽ ഇങ്ങനെ ചാബല്യം കാണിക്കാറില്ലായിരുന്നല്ലോ. ആകട്ടെ, ആദ്യമായി ഇവളെ സ്പർശിക്കുന്നത് കൊണ്ടുള്ള സുഖം നുകരാം. ദേവി, തപോവനത്തിലെ വ്രതാനുഷ്ഠാനം കൊണ്ടുള്ള സ്നാനത്താൽ ജടപിടിച്ചതും കാട്ടുവള്ളികളിലെ പൂക്കൾ മാത്രം ചൂടിയതും രഥവേഗം കൊണ്ട് അഴിഞ്ഞുലഞ്ഞതുമായ ഈ മുടി ഞാൻ കെട്ടിത്തരാം. ആര്യപുത്ര, എന്തായി കാട്ടുന്നത്? ലക്ഷ്മണകുമാരൻ അടുത്തിരിക്കുന്നത് അങ്ങ് മറന്നു. ലക്ഷ്മണൻ അടുത്തില്ലേ എന്ന് പറഞ്ഞ് ലജ്ജിച്ച് തന്റെ നേരെ നീണ്ട രാമവേഷധാരിയായ രാവണന്റെ കൈ സീത തടയുന്നു. അങ്ങനെ സീതയ്ക്ക് രാവണന്റെ കരസ്പർശമുണ്ടായപ്പോൾ സീതയുടെ മുടിയിൽ അണിഞ്ഞിട്ടുള്ള ചൂടാമണിയുടെ അത്ഭുത ശക്തിയാൽ രാവണൻ രാമവേഷം വെടിഞ്ഞ് രാക്ഷസ രൂപത്തിലായിത്തീരുന്നു. ആശ്ചര്യ ചൂടാമണി ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം പരിഭാഷയിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ വിവർത്തനമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. AD 805-837 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശ്രീ ശങ്കരാചാര്യരുടെ സമകാലികനായിരുന്നു മഹാകവി ശക്തിഭദ്രൻ. ശക്തിഭദ്രന്റെ ജന്മസ്ഥലം അടൂർ താലൂക്കിൽപ്പെട്ട അങ്ങാടിക്കൽ വില്ലേജിലെ അങ്ങാടിക്കൽ വടക്കേക്കര എന്ന സ്ഥലമാണെന്നും ജന്മകാലം AD 9-ാം ശതകമാണെന്നും ഗുരുപദേശേന ഗുരഉദ്വഹാമി ഗുരുവീം നൃപ ഇവ ഭരതാദിഭർ വോഢാം എന്ന 2-ാം ശ്ലോകം കൊണ്ട് ജനങ്ങളുടെയും ശങ്കരന്റെയും, അതായത് ആചാര്യസ്ഥാനത്ത് കൽപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനായ ശങ്കരന്റെ, ആചാര്യശങ്കരന്റെയും സഹായവും ഉപദേശവും കൊണ്ട് തനിക്ക് പലവിധ സഹായങ്ങളും വിശിഷ്യ രാജാധികാരവും സിദ്ധിച്ചു എന്ന് കവി നാടകത്തിലൂടെ പറയുകയാണ്. ഈ സ്വരൂപ സ്ഥാപനത്തിന് തടസ്സം നിന്ന ഏതാനും നമ്പൂതിരിമാരുമായുണ്ടായ വൈരവും അവസാനം ശത്രുക്കളെ തോൽപ്പിച്ചോടിച്ച് അച്ചൻകോവിലാറിന്റെ തെക്കുവശം മുതൽ കല്ലടയാറിന്റെ വടക്കേ അറ്റം വരെയുള്ള സ്ഥലങ്ങളെയൊക്കെ ഒന്നാക്കി ചേർത്ത് ചെങ്ങന്നൂർ ഗ്രാമക്കാരുടെ അധീനതയിൽ നിന്ന് വേർപെടുത്തി ചെന്നീർക്കര സ്വരൂപം എന്ന പേരിൽ ഒരു ചെറിയ രാജ്യം സ്ഥാപിച്ച സംഭവമാണ് ആശ്ചര്യ ചൂടാമണി നാടകത്തിൽ തിരികെ വച്ചിരിക്കുന്നത്. ഗൂഢമായി അതിനകത്ത് തിരികെ വച്ചിരിക്കുന്നതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ചെന്നീർക്കര സ്വരൂപ സ്ഥാപന ചരിത്രമാണെന്ന് പ്രസിദ്ധ സംസ്കൃത പണ്ഡിതനും ജ്യോതിഷിയും ഗവേഷകനുമായിരുന്ന അഡ്വക്കേറ്റ് S. അയ്യാക്കുട്ടി BA BL അദ്ദേഹം വളരെ വിശദമായി എഴുതിയൊരു ഗ്രന്ഥമുണ്ട്. ശ്രീമദ് ശങ്കരാചാര്യരും ശ്രീ ശക്തിഭദ്രനും ആശ്ചര്യ ചൂടാമണിയിലൂടെ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശദമായി അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. കൊടുമൺ ആസ്ഥാനമാക്കി ചെന്നീർക്കര സ്വരൂപം എന്ന പേരിൽ ഒരു നാട്ടുരാജ്യം സ്ഥാപിച്ച് ഭരിച്ചിരുന്ന ശക്തിഭദ്രൻ ദേശസഞ്ചാരത്തിനിറങ്ങിയ ശങ്കരാചാര്യർ ചെങ്ങന്നൂരിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തെ കാണാനെത്തുകയും താൻ രചിച്ച ആശ്ചര്യ ചൂടാമണി നാടകം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. ശ്രീ ശങ്കരാചാര്യരാകട്ടെ നാടകത്തെപ്പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഇതിൽ നിരാശനായ ശക്തിഭദ്രൻ ആശ്ചര്യ ചൂടാമണി തീയിട്ടു നശിപ്പിച്ചു. ശ്രീ ശങ്കരാചാര്യർ മൗനവ്രതത്തിലായിരുന്നു എന്നുള്ള വസ്തുത അറിയാതെയായിരുന്നു ശക്തിഭദ്രന്റെ ഈ നടപടി. ദേശാടനം കഴിഞ്ഞ് ശങ്കരാചാര്യർ മടങ്ങി ചെങ്ങന്നൂരിലെത്തിയപ്പോൾ ശക്തിഭദ്രനെ ക്ഷണിച്ചു വരുത്തി ഭുവനഭൂതി കാണണമെന്നാവശ്യപ്പെട്ടു. ത്രിഭുവന വിപുരസ്യ രാവണപൂർവജന്മ ചേത് അതുലഭൈരി നൂനം വിശ്രമ കാർമുകസ്യ രജനിചരതിബദ്ധം പ്രായശോ വൈരമേതത് ഭവതു ഭുവനഭൂത്यै ഭൂരിരക്ഷോ വധേന
എന്ന പദ്യത്തിലെ ഭുവനഭൂത്യൈ എന്ന ഭാഗത്തിന്റെ അനുരണനം ശങ്കരാചാര്യരുടെ മനസ്സിൽ തങ്ങി നിന്നതുകൊണ്ടാണ് ആചാര്യശങ്കരൻ ആശ്ചര്യ ചൂടാമണിയെ ഭുവനഭൂതിയായി ചിത്രീകരിച്ചത് എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഗ്രന്ഥം ചുട്ടരിച്ചെന്ന വസ്തുത ശക്തിഭദ്രൻ ശങ്കരാചാര്യരെ അറിയിച്ചു. പുസ്തകം ഗതം ബുദ്ധിരവസ്ഥിതാമി എന്ന് ഉദ്ഘോഷിച്ച് നാടകം ആദ്യന്തം ശങ്കരാചാര്യർ തന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞുകൊടുത്തു എന്നാണ് ഐതിഹ്യം. അഭിനയകലയിലും രംഗപ്രയോഗ യോഗ്യതയിലും മികച്ചു നിൽക്കുന്ന ഈ നാടകത്തിന്റെ രചന സംസ്കൃതത്തിലാണെങ്കിലും മലയാള മണ്ണിലാണ് ഇതിന്റെ പിറവി. അതുകൊണ്ട് തന്നെ കേരള സംസ്കാരത്തിന്റെ ഒരു കാലഘട്ടത്തിലെ തുടിപ്പുകൾ ഒപ്പിയെടുക്കാൻ മഹാകവി ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി എന്ന നാടകം പ്രയോജനപ്പെടുമെന്ന് തീർച്ചയാണ്. നിങ്ങൾ കേട്ടത് ആശ്ചര്യ ചൂടാമണി ചിത്രീകരണം. രചന രമേശ് അങ്ങാടിക്കൽ. ആഖ്യാനം NJ ജോഷിലാൽ, രഞ്ജിനി സുധീരൻ. ശബ്ദം നൽകിയവർ ബിജു കല്ലുവാതുക്കൽ, സജീവ് മൈലാപ്പള്ളി, രാകേഷ് ആറ്റിങ്ങൽ, സുഷമ അനിൽ, അശ്വതി ബാലചന്ദ്രൻ. സംവിധാന സഹായം N സുനിത. സംവിധാനം മനീഷ് MP.